ടെർമിനേറ്റർ 0 എപ്പിസോഡ് 5 സ്പോയിലർ ടോക്ക്. സോ ഈ എപ്പിസോഡിൽ, ഇത് കഴിഞ്ഞ എപ്പിസോഡിലൊരു ക്ലിഫ് ഹാങ്ങിങ് എപ്പിസോഡായിരുന്നു. ആ എപ്പിസോഡിൻ്റെ അവസാനം ഈ ജഡ്ജ്മെൻറ്റ് ഡേ ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ജസ്റ്റ് ഈ കൊക്കറോ കാണിക്കുന്ന ഒരു സംഗതിയാണ്. ശരിക്കും അത് നടക്കുന്നില്ല. ശരിക്കും മിസൈൽസ് ഒന്നും ലോഞ്ച് ആയിട്ടില്ല. സോ എപ്പിസോഡിൽ ഈ എപ്പിസോഡും അങ്ങനെ തുടക്കത്തിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. മിസൈൽസൊക്കെ ഇങ്ങനെ പോകുന്നു, എന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു എന്നിങ്ങനെ കാണിക്കുന്നു. പിന്നെ അത് കാണിക്കും, ഈ കൊക്കോറോ കാണിക്കുന്നതാണ്. കൊക്കോറോ റൂമിൽ ഡിസ്പ്ലേ, കംപ്ലീറ്റ് വാളും ഫ്ലോറും എല്ലാം ഡിസ്പ്ലേ ആണ്, അവിടെ കാണിക്കുന്നതാണ് സംഗതി. അപ്പോൾ ഇയാൾ ചോദിക്കും, ഇത് അവോയ്ഡ് ചെയ്തോ എന്ന് ചോദിക്കും. നിന്നെ ഞാൻ ഓൺലൈൻ കൊണ്ടുവന്നു, നീ ഇത് അവോയ്ഡ് ചെയ്തോ എന്ന് മാൽക്കം ലീ ചോദിക്കും. അപ്പോൾ അവർ പറയും, ഈ കൊക്കോറോ പറയും, യെസ് ഞാനത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഹ്യൂമൻ ഹിസ്റ്ററി കംപ്ലീറ്റ് എനിക്കറിയാം, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ നോളജും എനിക്കുണ്ട്. സോ ഹ്യൂമൻസിൻ്റെ കോംപ്ലക്സിറ്റിയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ജസ്റ്റ് ഫോർ നൗ സ്കൈനെറ്റിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളുടെ കൺട്രോളിലല്ല, നിങ്ങൾ എൻ്റെ കൺട്രോളിലാണെന്ന് പറയും. എന്നെ നിങ്ങളൊരു വെപ്പണായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. സോ ഭാവിയിൽ ചിലപ്പോൾ ഞാനും കൊക്കറോയും സ്കൈനെറ്റും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യണം, നിങ്ങളുടെ വേർത്ത്, ഹ്യൂമാനിറ്റിയുടെ വേർത്ത് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. ഫ്രീ ആണ്. ഇപ്പം ഈ ആൾക്ക് മാൽക്കം ലീക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ കാണിക്കുന്നത്, പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം റെസിസ്റ്റൻസ് ഗേളിനെയും ഏറ്റവും യങ്ങസ്റ്റ് ഗേളിനെയും പോലീസ് പിടിക്കും. ഇതിൽ നിന്ന്, ആ ഒരു ഓഫീസ് പോലത്തെ ബിൽഡിങ്ങിൽ നിന്ന് പോലീസ് പിടിക്കും. എന്നിട്ട് ഇവരെ, ഈ റെസിസ്റ്റൻസ് വുമണിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു തോന്നുന്നു. രണ്ടുപേരെയും രണ്ട് സെപ്പറേറ്റ് ആംബുലൻസിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർ പോണ വഴിക്ക് ഈ കൊക്കറോ ഓൺലൈൻ വന്നിരിക്കുന്നു. പക്ഷേ ഈ സ്കൈനെറ്റ് ആക്ടിവേറ്റ് ആയിട്ടില്ല. കൊക്കറോ അതിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ബട്ട് കൊക്കറോ കംപ്ലീറ്റ് എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും ഇപ്പോൾ കൊക്കറോ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കൊക്കറോ കൺട്രോൾ ചെയ്തിട്ട് ഇവർക്ക് റേഡിയോ സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല, ഈ ആംബുലൻസിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി വണ്ടി നിർത്തി, നമുക്ക് സിഗ്നലൊന്നും കിട്ടുന്നില്ല, കമ്മ്യൂണിക്കേഷനൊന്നും കിട്ടുന്നില്ല എന്ന് പറയും. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കും. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഡോറ് ക്ലോസ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അവർ അകത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ 1997 ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റോബോട്ട്സ് അവിടെ ഉണ്ട്. അതിനെ വിളിക്കുന്നത് ഇന്നോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇന്നോ റോബോട്ട്സ് വളരെ ബേസിക് ആയിട്ടുള്ള റോബോട്ട്സാണ്. ഈ ടെർമിനേറ്റേഴ്സിനെ പോലെ അത്രയും ബുദ്ധിയും കഴിവൊന്നുമില്ല. അപ്പോൾ അവർ ഈ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു, അങ്ങനെ ഒരു സീൻ. അപ്പോൾ പോലീസുകാർ അവരെയൊക്കെ വെടിവെക്കുന്നു. പിന്നെ അവിടെ ഒരു ഫൈറ്റ് ഇങ്ങനെ നടക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഈ റെസിസ്റ്റൻസ് വുമണും ഈ യങ്ങസ്റ്റ് ഗേളും രക്ഷപ്പെടും, അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. യങ്ങസ്റ്റ് ഗേൾ ഹെൽപ്പ് ചെയ്യും ഈ റെസിസ്റ്റൻസ് വുമണിനെ. പിന്നെ നോക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് എല്ലായിടത്തും ഇങ്ങനെ ഫൈറ്റ് നടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തീ പിടിക്കുന്നു, കത്ത് പിടിക്കുന്നു. ഈ ഇന്നോ റോബോട്ട്സ് എല്ലാം ആക്ടിവേറ്റ് ആയി അവർ ഹ്യൂമൻസിനെ ഇങ്ങനെ ഹോസ്റ്റേജ് ആയിട്ട് വെച്ചേക്കുന്നു. അങ്ങനത്തെ കുറേ സീനുകളാണ് നടക്കുന്നത്. ഈ മറ്റേ ഹൗസ് മെയ്ഡും അതിൻ്റെ ഒപ്പമുള്ള 2 കിഡ്സും അവരൊരു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുള്ളിങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ കുറേ ഇന്നോ റോബോട്ട്സ് ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനത്തെ ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അത് കഴിയുമ്പോൾ ഈ കൊക്കറോയുടെ സീനിലേക്ക് വരും. കൊക്കറോയുടെ സീനിൽ വെച്ച് കൊക്കറോ പറയും, ഞാനിപ്പോൾ നിങ്ങളുടെ ഹ്യൂമാനിറ്റിയെ ഇങ്ങനെ ഹോസ്റ്റേജ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, കാരണം എന്നെ നിങ്ങളെപ്പോൾ വേണമെങ്കിലും ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കാം. സോ നിങ്ങൾക്ക് ഇനി പ്രൂവ് ചെയ്യുന്നവരെ ഞാൻ ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു രീതിയിൽ പറയും. അത് കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസ് വുമൺ ഈ യങ്ങസ്റ്റ് ഗേളിൻ്റെ അടുത്ത് പറയും, ഈ ടൈം ട്രാവലിൻ്റെ റൂൾ എന്താണെന്ന് പറയും. ഈ ഇവിടുത്തെ ടൈം ട്രാവൽ ഇപ്പോൾ പാസ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു സെപ്പറേറ്റ് ടൈം ലൈൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഈ സെപ്പറേറ്റ് ടൈം ലൈൻ ഉണ്ടായി അതിനകത്ത് നടക്കുന്ന സംഗതികൾ എന്താണെന്നൊന്നും നമുക്ക് നേരത്തെ അറിയില്ല. സോ ആ പ്രോഫറ്റ് നേരത്തെ പറഞ്ഞ സംഗതി, പ്രോഫറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്ന സംഗതിയും നേരത്തെ കണ്ട എപ്പിസോഡിൽ അതൊരു ഇൻസിഗ്നിഫിക്കൻ്റായി മാറുന്നുണ്ട്. അതെന്താ അങ്ങനെ ഒരു ഇത് വെച്ചതെന്ന് മനസ്സിലായില്ല. സെപ്പറേറ്റ് ടൈം ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. സോ ഇവർക്ക് ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇവർ പറയും, നമുക്ക് ഈ യങ്ങസ്റ്റ് ഗേൾ പറയും, എങ്ങനെയെങ്കിലും എൻ്റെ മറ്റ് ബ്രദേഴ്സിനെ കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പോൾ അതേസമയം മറ്റേ ഹൗസ് മെയ്ഡിൻ്റെ ഒപ്പം മറ്റേ 2 ബ്രദേഴ്സ് അവർ ആലോചിക്കും, ഈ ഹൗസ് മെയ്ഡ് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പാസ്റ്റും ഫ്യൂച്ചറൊന്നും അറിയില്ല. സോ അവർ കൺക്ലൂഡ് ചെയ്യും, ഇത് മേ ബി ഇവരുടെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയ ഒരു റോബോട്ടായിരിക്കും എന്നങ്ങ് കൺക്ലൂഡ് ചെയ്യും. എൻ്റെ അതിലെ എൽഡസ്റ്റ് വൺ ഒരു
ഒരു ഇന്നോ റോബോട്ടിൻ്റെ ഒരു ഇന്നോ റോബോട്ട് അവിടെ എന്തോ ഡിസ്ട്രോയ് ചെയ്ത് കിടക്കുന്ന ഒരു ഇന്നോ റോബോട്ടിൻ്റെ കൈയെടുത്ത് ഈ പെണ്ണിന് ഫിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇവർ ഒരു വളരെ വിയേർഡായിട്ടുള്ളൊരു ഡയലോഗുണ്ട്. ഈ മിഡിൽ രണ്ടിൻ്റെയും ഇടയിൽ, ഏറ്റവും യങ്ങസ്റ്റ് വണ്ണിൻ്റെയും മൂത്തവൻ്റെയും ഇടയിലുള്ളവൻ ഒരു ഡയലോഗ് ഇങ്ങനെ പറയും, ഓക്കെ നമുക്ക് ഈ ഏറ്റവും യങ്ങസ്റ്റ് വണ്ണിനെ കണ്ടുപിടിക്കണം. സോ യങ്ങസ്റ്റ് വൺ വിചാരിക്കുന്നത് അവള് മറ്റേ എന്താണ് കാറ്റ് വേൾഡ് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കോ എന്തോ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് അവൾ വിചാരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. അത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സെൻറ്റൻസാണത്, ഒരു ഡയലോഗാണ് വരുന്നത്. അത് ഇത്തിരിയും കൂടെ എളുപ്പമാക്കായിരുന്നു. അതൊരു വല്ലാത്തൊരു കൺഫ്യൂസിങ് ഡയലോഗ്. അപ്പോൾ ഇവർ വിചാരിക്കുന്നു ഈ പെണ്ണ് അങ്ങോട്ടേക്ക്, ഈ യങ്ങസ്റ്റ് വൺ അങ്ങോട്ടേക്ക് പോയി എന്ന് വിചാരിക്കുന്നു, പെണ്ണ് വിചാരിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് അങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് ഏറ്റവും ചെറിയ കൊച്ചിനുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കും, അവർ തീരുമാനിക്കും. അത് തന്നെ ഈ യങ്ങസ്റ്റ് വൺ അവിടെ റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ഒപ്പം ഇരുന്ന് ആലോചിക്കും, നമുക്ക് കാറ്റ് വേൾഡിലേക്ക് പോകണം, ആ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകണം എന്നിങ്ങനെ വയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ ടെർമിനേറ്റർ ആണെങ്കിൽ ആ ടെർമിനേറ്ററിന് ഈ കൊക്കറോ ഓൺലൈനായി എന്ന് മനസ്സിലായി. അപ്പോൾ കൊക്കറോ ഇന്നോ റോബോട്ട്സ് അത്ര അഡ്വാൻസ്ഡ് അല്ല. സോ അതിനെ എങ്ങനെയെങ്കിലും മറികടക്കാൻ വേണ്ടി ഈ ടെർമിനേറ്റർ ഒരു ഇന്നോ റോബോട്ടിൻ്റെ തലയെടുത്ത് ഇതിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇവരിങ്ങനെ ഈ ഇന്നോ റോബോട്ട്സ് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സിഗ്നൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സിഗ്നൽ അങ്ങോട്ട് വിടും. അപ്പോൾ അതേ സിഗ്നൽ തിരിച്ച് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഫ്രണ്ട്ലി റോബോട്ടാണെന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കണത്. സോ അതൊരു കാമഫ്ലാജ് പോലെ ഇങ്ങനെ ഈ ടെർമിനേറ്റർ ഇങ്ങനെ കണ്ടുവയ്ക്കും. ടെർമിനേറ്ററിൻ്റെ ഇടയ്ക്ക് കുറേ ഇന്നോ റോബോട്ട്സിനെ കൊല്ലുന്നുണ്ട്. ആദ്യം കാണുമ്പോൾ തന്നെ കുറേ കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഈ ടെർമിനേറ്റർ മറ്റേ ഹൗസ് മെയ്ഡ് എവിടെയാണെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, അവിടെ ഉണ്ട്. അപ്പോൾ അത് കാറ്റ് എങ്ങോട്ടോ പോവുകയാണെന്ന്, ആ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകാമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ റോബോട്ടും ഈ ടെർമിനേറ്ററും അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് അവസാനിക്കുന്നത്.